Who is the bitch? I am the bitch and it's me Samuel Jacobson. So welcome to my another video. So ഈ വീഡിയോനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് റെസ്പെക്ട്. സോ എന്താണ് ഈ സെൽഫ് റെസ്പെക്ട്? സോ നമ്മൾ കുറേ ഇങ്ങനെ വീഡിയോസിലും റീൽസിലും കാണുന്ന ഒരു കാര്യമാണ് നമുക്ക് സെൽഫ് റെസ്പെക്ട് വേണമെന്ന്. കുറേ ആൾക്കാർ ഈ ഒരു വർഷത്തിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. സോ അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. സോ ചെറിയ ഇൻട്രോ തന്നെ സെൽഫ് റെസ്പെക്റ്റിനെ പറ്റി. സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് കൊടുക്കാം, അതിനുവേണ്ടി സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. സോ നമുക്കിതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. സോ ലെറ്റ്സ് ഡിഗ് ഇൻ ടു ദ വീഡിയോ. So the first topic we are discussing about is how to build self-respect. എങ്ങനെയാണ് ഈ ഒരു സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്യുക? സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കാം എന്ന്, എങ്ങനെ ഈ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് സെറ്റ് ബൗണ്ടറീസ്. യെസ്, സെറ്റ് ബൗണ്ടറീസ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാന്നുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് തന്നെ ഒരു ബൗണ്ടറീസ് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയാലും ശരി, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ശരി, ഈവൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഗേൾ ഫ്രണ്ട് ആയാലും ബോയ് ഫ്രണ്ട് ആയാലും ശരി, നിങ്ങൾ നിങ്ങളായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ബൗണ്ടറീസ് വേണം. അത് എല്ലാ മനുഷ്യന്മാർക്ക് വേണ്ട സംഭവം. ഒരിക്കലും കണ്ട, അതിപ്പോൾ ഫാമിലി ആയാലും ആരായാലും കണ്ട ആൾക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നെരുങ്ങി കളിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇന്നത് ആൾക്ക് ഇന്നത് ബൗണ്ടറി വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ ബൗണ്ടറി അവർ കടന്നു കഴിഞ്ഞാൽ പറ്റൂല, കടക്കാൻ പറ്റൂല, ആ ബൗണ്ടറി കടക്കാൻ പറ്റൂല. അതാണ് സെൽഫ് റെസ്പെക്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് സെറ്റ് ബൗണ്ടറീസ്. സെക്കൻഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ മാറ്റി നിർത്താം. അപ്പോൾ അതിപ്പോൾ നിങ്ങളെ ഫാമിലി ആണെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ആണെങ്കിലും പോലും നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഹേർട്ട് ചെയ്യുക, അതും മനഃപൂർവ്വം നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരും എല്ലാതെയും ഉള്ള ആൾക്കാരും എന്ത് ചെയ്യുക, നിങ്ങൾ അവരെന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഡിസ്റ്റൻസിൽ അവർ ഒഴിവാക്കാൻ തന്നെ നിങ്ങൾ വേണ്ടി. കാരണം സെൽഫ് റെസ്പെക്ട് പറഞ്ഞാൽ അതാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന, നിങ്ങൾ ഏത് നേരവും നോക്കിയാലും ഹ്യൂമിലേറ്റ് ചെയ്യുന്ന, കളിയാക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഹ്യൂമിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെപ്പോൾ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, നെഗറ്റീവ് നിങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായ തുറന്ന് നിങ്ങളെ പറ്റി എന്തൊക്കെയും നെഗറ്റീവ് മാത്രം പറയുന്നു. അങ്ങനത്തെ ഉള്ള ആൾക്കാർ, അതിപ്പോൾ നിങ്ങൾ ഫാമിലി ആണെങ്കിൽ ആരാണെങ്കിൽ അവരെ ഒഴിവാക്കുക. ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റി നിർത്തുക. കാരണം അവർ ഒരു കാര്യം പറയാം, ഈ ടോക്സിക് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേങ്ങക്കൊല്ലി നല്ല ചെയ്യാൻ പോകുന്നില്ല. അതിപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയാലും ആരായാലും എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഡിസ്റ്റൻസ് തന്നെ ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് ടു സേ നോ. നോ പറയേണ്ടത് നോ പറയണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, എടാ എൻ്റെ കൂടെ ഒന്ന് തിയേറ്ററിൽ വരും, അല്ലെങ്കിൽ ഒരു 3000 രൂപ ഒന്ന് കടം തരും പ്ലീസ്. അപ്പം നിങ്ങൾക്ക് പോവാൻ താല്പര്യം ഇല്ലെങ്കിൽ പൈസ കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് പറയരുത്. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വരും അങ്ങനെ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യും, ഞാൻ വരാം, അല്ല ഞാൻ പൈസ തരാം. നിർത്തണം. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നോ തന്നെ പറയാം. മാന്യമായിട്ട് തന്നെ, റെസ്പെക്ട്ഫുള്ളി ആയിട്ട് തന്നെ പറഞ്ഞു, എടാ എനിക്ക് ഇന്ന് നിന്റെ കൂടെ തിയേറ്ററിൽ വരാൻ പറ്റൂലേ, എടി എൻ്റെ കയ്യിൽ പൈസ ഇല്ലേടി, അത് ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നീ വേറെ ആരോട് ചോദിച്ചോ, എടി നോട്ട് തരാൻ പറ്റൂല. അങ്ങനെ പറയണോ? നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ നോന്ന് പറഞ്ഞു പഠിക്കണം. അതാ വേണ്ടിയേ. അല്ലെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളെ ടൈം, നിങ്ങളെ എനർജി എന്തിനാ വേസ്റ്റ് ചെയ്യണേ? മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇമാതിരി കാര്യങ്ങൾക്ക് നിങ്ങൾ നോ പറഞ്ഞു തുടങ്ങണം. അതാ വേണ്ടി നോ പറയണം. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം, ഒരിക്കലും യെസ് പറഞ്ഞു കൊടുക്കരുത്. അതാണ്. പിന്നീടാണ് ഫോർത്ത്, നമ്മൾ ഒരിക്കലും നമ്മളെ പറ്റി നെഗറ്റീവ് പറയരുത്. സെൽഫ് ടോക്ക്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫ് ടോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അധികം ആൾക്കാരും സെൽഫ് ടോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് വെച്ചാൽ ആളുകളുടെ ഇടയിൽ ഒറ്റയ്ക്ക് സംസാരിക്കാന്നല്ല, ഇപ്പോൾ റൂമിലിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് സംസാരിക്കുക, അങ്ങനെ സംസാരിക്കും. ഏതൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അപ്പം നിങ്ങളുടെ ലൈഫിൽ തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്ത് നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. ഒരിക്കലും നിങ്ങളെ പറ്റി ഒരിക്കലും നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ വേർഡ്സും, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വേർഡ്സും നിങ്ങളെ പറ്റിയുള്ള, അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളെ പറ്റി ഒരു കാര്യത്തിലും ഒന്നിനു പോലും മറ്റുള്ളവർ നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞാൽ പോലും നിങ്ങളെ വായിക്കൊണ്ട് ഒരിക്കലും നിങ്ങളെ കുറ്റം പറയരുത്. ഞാൻ കാരണമാണ് ഈ പ്രശ്നം. നോ, നിങ്ങൾ കാരണമല്ല. നിങ്ങളെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ തന്നെ നെഗറ്റീവ് പറയും. നിങ്ങൾ എപ്പോഴും നിങ്ങളെ കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഏതൊരു കാര്യത്തിൽ നിങ്ങളെ പറ്റി പോസിറ്റീവ് തന്നെ പറയണം.
നിങ്ങളെ വായിക്കൊണ്ട് നിങ്ങൾ പോസിറ്റീവ് തന്നെ പറയാം, മറ്റുള്ളവർക്ക് വേണ്ടി നെഗറ്റീവ് പറയാം. അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ഉണ്ട്, അപ്പൊ എന്ത് കാര്യത്തിൽ, അപ്പൊ നിങ്ങൾ ബോഡീനെ കുറിച്ചാണെങ്കിലും, നിങ്ങൾ ബ്യൂട്ടീനെ കുറിച്ചാണെങ്കിലും, നിങ്ങൾ ലൈഫിനെ കുറിച്ചാണെങ്കിലും, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണെങ്കിലും, എന്ത് തേങ്ങക്കൊല്ലാണ് നിങ്ങൾ നിങ്ങളെ പറ്റി ഒരിക്കലും നെഗറ്റീവ് പറയും. ഒരു സെൽഫ് റെസ്പെക്റ്റിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ പറ്റി നെഗറ്റീവ് പറയരുത്. എപ്പോഴും നിങ്ങൾ നിങ്ങളെ പറ്റി പോസിറ്റീവ് ആയിട്ട് തന്നെ പറയണം. അത് അങ്ങനെ വേണ്ടി നമ്മൾ പോസിറ്റീവ് നമ്മളായിട്ട് തന്നെ പറയണം. അതാണ് ഇപ്പൊ ഞാൻ ഇത് പറയാം, ഹൗ ടു ബിൽഡ് സെൽഫ് റെസ്പെക്റ്റിന് 5 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് എന്നത്, പിന്നീട് വേറൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും ഡെയിലി ലൈഫിൽ ബേസിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് ഇപ്പോൾ സ്റ്റഡി ബേസ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വർക്ക് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എന്ത് കാര്യമായിരിക്കാം. സോ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഓ ഇന്ന് മടിയാണ്, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അല്ല പിന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുക്കും. പക്ഷെ നാളെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യോ ഇല്ല. അപ്പോൾ നാളെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ചെയ്യാം, പിന്നെയും നാളെ ആയിക്കഴിഞ്ഞാൽ പറയും നാളെ ചെയ്യാം, പിന്നെയും നാളെ ആയിക്കഴിഞ്ഞാൽ പറയും നാളെ ചെയ്യാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോമിസ് നിങ്ങൾ ചെയ്യണം. അതാ വേണ്ടി. ഒരിക്കലും നിങ്ങളെ തന്നെ ചതിക്കുന്ന പോലെയല്ലേ, നിങ്ങളെ തന്നെ ചതിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ടാസ്ക് ഞാൻ നാളെ ചെയ്യുന്നു പറഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ പിന്നെ മറ്റന്നാൾ ചെയ്യുക, അല്ലെ അതിൻ്റെ പിറ്റേന്ന് ചെയ്യുക, അല്ലെ അതിൻ്റെ അപ്പുറത്തെ അടുത്ത മാസം ചെയ്യുക, അല്ലെ അടുത്ത വർഷം ചെയ്യുക, അല്ലെ 10 വർഷത്തിന് ശേഷം ചെയ്യുക, അല്ലെ 20 വർഷത്തിന് ശേഷം ചെയ്യുക. ഒരിക്കലും അങ്ങനെ പറയുന്നത്. നമ്മൾ ഒരു ടാസ്കോ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇന്നത് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ. അതാണ് ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ നമ്മൾ 5 സ്റ്റെപ്സ് പറഞ്ഞാൽ ഹൗ ടു ബിൽഡ് സെൽഫ് റെസ്പെക്ട്. ഫസ്റ്റ് എന്നത്, സെറ്റ് ബൗണ്ടറീസ്, റിമൂവ് ടോക്സിക് പീപ്പിൾ ഫ്രം യുവർ ലൈഫ് ആൻഡ് സ്റ്റാർട്ട് സേയിങ് നോ. പിന്നീട് ഡോണ്ട് ടോക്ക് നെഗറ്റീവ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് ഡു ദ ടാസ്ക് ടൈംലി യു പ്രോമിസ് യുവർ സെൽഫ്. സോ നമുക്കിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. സോ ഈ ഒരു സെൽഫ് റെസ്പെക്ട് ബിൽഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആദ്യം തന്നെ വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എൻറ്റയർലി മാറും. കാരണം ഈ കുറെ അനാവശ്യമായിട്ടുള്ള ആളുകളുടെ ഇടപെടലുകൾ അങ്ങ് കുറഞ്ഞിട്ട്, അപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും നിങ്ങളിൽ ഒരു സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്താൽ, അത് നേടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് താനേ മാറി നിൽക്കും. അതുപോലെ അവർ നിങ്ങൾ ഹ്യൂമിലേറ്റ് ചെയ്യണം. ഇപ്പോൾ കുറെ ആൾക്കാർ ഹ്യൂമിലേറ്റ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അതിൽ നിന്നൊക്കെ അവർ മടിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു സെൽഫ് റെസ്പെക്ട് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യും, അതിന് മടിക്കും. പിന്നീടാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്സ്. നിങ്ങൾക്ക് ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു റെസ്പെക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിന്റെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് നിങ്ങളെ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടെ നിൽക്കുന്നവർ മാത്രം നിൽക്കും. അല്ലാതെ ഈ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതും അൺകോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യും, അത് മാറും. കാരണം അൺകോൺഷ്യസ് ആയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ടോക്സിക് ആയിട്ട് ആളുകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ മാറി നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറും. പിന്നീട് ഉണ്ടാകുന്ന കാര്യമാണ്, പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേൾക്കാതെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സെൽഫ് റെസ്പെക്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇവളെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും, റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, ഫാമിലി എന്ത് വിചാരിക്കും, അങ്ങനെ നിങ്ങൾ ചിന്തിക്കൂല. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കും മുൻഗണന കൊടുക്കുക. മറ്റുള്ളവരുടെ ഒപ്പീനിയനെക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കും നിങ്ങൾ മുൻഗണന കൊടുക്കാൻ പോവുക. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലായിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾ എടുക്കാൻ പറ്റും. കാരണം മറ്റുള്ളവർ ഒപ്പീനിയൻ നിങ്ങൾ മുൻഗണന കൊടുക്കില്ല. അങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു മുൻഗണന. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഒപ്പീനിയൻ എടുത്താൽ ഒരു ഒപ്പീനിയൻ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സക്സസ് ആവാനും സാധിക്കും. സോ ഞാൻ ഇപ്പോൾ 2 ടോപ്പിക്സ് ആണ് ഇപ്പോൾ മെയിൻലി പറഞ്ഞത്. എങ്ങനെ ഹൗ ടു ബിൽഡ് സെൽഫ് റെസ്പെക്ട് ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ഗെറ്റ് സെൽഫ് റെസ്പെക്ട്. സോ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ഇതിന്റെ 2 സൈഡ്. ഇപ്പൊ ഒരു കോയിന് 2 സൈഡ് ഉണ്ട് അല്ലെ, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. സോ ഈ ഒരു സെൽഫ് റെസ്പെക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു സെൽഫ് റെസ്പെക്ടിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. സോ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്താലോ. ഈ ഒരു സെൽഫ് റെസ്പെക്ടിന് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഒന്നുമില്ല. ആക്ച്വലി സെൽഫ് റെസ്പെക്ടിന്റെ വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ പക്ഷെ ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞത്. സോ ഒരു പോസിറ്റീവ് സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല അന്തസ്സും അഭിമാനവും ഉണ്ടാവും. പിന്നീട് വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് മറ്റുള്ളവർ മുന്നിൽ അനാവശ്യമായിട്ട് തല കുണിക്കേണ്ടി വരുമല്ലോ. കാരണം നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാകുന്ന സമയം നമ്മൾ മറ്റുള്ളവർ മുന്നിൽ ഇങ്ങനെ താന്നു കൊടുക്കൂലല്ലോ. നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ അല്ലേ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ളവർ മുന്നിൽ തല കുനിക്കൂല. പിന്നീട് വേറൊരു കാര്യമാണ്
ഈ സെൽഫ് റെസ്പെക്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മെന്റൽ ഹെൽത്ത് നമുക്ക് മെയിൻലി നമുക്ക് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കാര്യമായിട്ടോ. കാരണം മറ്റുള്ളവരെ ആ ഒരു ജീവിത പ്രശ്നം നമുക്ക് പിന്നെ ബാധിക്കില്ല. കാരണം നമ്മൾ നമ്മളുടെ ഒരു ജീവിതം നോക്കിയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കി മുന്നോട്ട് പോകും. പിന്നീട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്, ഇതിന് പ്രത്യേകിച്ച് നെഗറ്റീവ് സൈഡ് ഒന്നും ഇല്ല. പക്ഷെ ആകെ ഉള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ റിജിഡിറ്റി ഉണ്ടാവും. ലൈക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ വാശി പിടിക്കാൻ തോന്നും. ലൈക്ക് എന്താ വെച്ചാൽ വാശി മീൻസ് ലൈക്ക് മറ്റുള്ള ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊന്നും ഉണ്ടാവാതിരിക്കുക. പിന്നീട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെൽഫ് റെസ്പെക്ട് ഇല്ലേ, അത് കൂടി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാ കാര്യത്തിനും ലിമിറ്റ് ഉണ്ട്. അപ്പൊ നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് എന്ത് കാര്യം ചെയ്താലും അത് നെഗറ്റീവേ ഉണ്ടാക്കും. അപ്പോൾ ഇത് സെൽഫ് റെസ്പെക്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്താ ചെയ്യുക, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും. ഒരു നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയായി മാറും സെൽഫ് റെസ്പെക്ട് കൂടിക്കഴിഞ്ഞാൽ. സോ ഒരു സെൽഫ് റെസ്പെക്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നർസിസ്റ്റിക് ആയിട്ട് മാറും. ചിലപ്പോൾ മേബി നമ്മൾ ടോക്സിക് ആവും, നമ്മൾ മറ്റുള്ളവരുടെ ടോക്സിക് ആയി സംസാരിക്കും, മറ്റുള്ളവർ മേബി ചെറുതാക്കി സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റിന് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് ഒന്നും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ബിഹേവിയർ അനുസരിച്ചിട്ടായിരിക്കും ഒരു സെൽഫ് റെസ്പെക്ട് എന്താവാം. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലൂടെ കിടക്കാം. സോ നിങ്ങൾ എപ്പോഴും ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോ സെൽഫ് റെസ്പെക്റ്റിനെ പോലെ തന്നെ സെൽഫ് ലവും കേട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവ് സെയിം അല്ലേ? എന്നാൽ അല്ല, സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവ് എന്നത് സെയിം അല്ല, അത് ഡിഫറൻസ് ആണ്. സോ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം സ്നേഹിക്കുന്നതാണ്. അത് വെച്ചാൽ നമുക്ക് നമ്മുടെ കുറവുകളും തെറ്റുകളും മനസ്സിലാക്കി നമ്മളായിട്ട് തന്നെ ജീവിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയും, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ മുടി, എന്ത് കാര്യമാണെങ്കിലും അത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ സൊസൈറ്റി സ്റ്റാൻഡേർഡ്സിൽ അല്ലെങ്കിൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ പെടാത്ത സംഭവമായിരിക്കാം. അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ മറ്റുള്ളവർ പോലെ അല്ലെങ്കിൽ പോലും ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ എല്ലാവരും പോലെ തന്നെ ഒരു മനുഷ്യനാണ്, ഞാനൊരു പെർഫെക്റ്റ് ആണ്, എനിക്ക് എൻ്റെ സൗന്ദര്യം വലുതാണ്, ഞാൻ ഓക്കെ ആണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ അടിപൊളിയാണ്, അങ്ങനെ തോന്നുന്ന സെൽഫ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഒരു കരുണ തോന്നുന്നത് വെച്ചാൽ ഒരു ദയ, ലൈക്ക് സിമ്പതി പറയില്ല. നിങ്ങൾക്ക് നിങ്ങളോട് സിമ്പതി തോന്നും. ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കണേ? ഞാനായിട്ടല്ല ജീവിക്കണ്ടേ? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണേ? ലൈക്ക് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല ജീവിക്കണേ. എനിക്ക് ഇത്രയും റിസ്ക് എടുത്തിട്ട് എൻ്റെ മുഖത്ത് തൊഴിലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും റിസ്ക് എടുത്തിട്ട് എനിക്ക് മുടി ഇതാക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വില കൂടി ബ്രാൻഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാൻ ഒന്നത് ഡ്രസ്സ് ചെയ്യണത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ മേക്കപ്പ് ഇടുന്നത് എനിക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയില്ല. ഇതിൻ്റെ സെൽഫ് ലവ് ആണ്. ഞാൻ സെൽഫ് ലവ് ബേസ് ചെയ്തിട്ട് ചെയ്യണേ. മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ വാലിഡേഷന് വേണ്ടിയില്ല, അവളുടെ വാലിഡേഷന് വേണ്ടിയല്ല ചെയ്യുന്നത്. ഇതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. തികച്ചും പറഞ്ഞ സെൽഫ് ലവ് എന്നത് കണക്ട് ചെയ്ത് ഇമോഷണലി ആയിട്ടാണ്. നമ്മൾ ഇമോഷണലി നമ്മളെ തിരിച്ചു പിടിക്കുക എന്നതാണ് സെൽഫ് ലവ് എന്നത്. സോ സെൽഫ് റെസ്പെക്ട് എന്നത് നമ്മുടെ ബിഹേവിയർ പാറ്റേൺ അനുസരിച്ച്, നമ്മുടെ സ്വഭാവ വൈകല്യം അനുസരിച്ചിട്ടാണ് സെൽഫ് റെസ്പെക്ട് എന്നത്. സോ നിങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ സംസാരിക്കുക, ഒരു കൂട്ടം സമൂഹം നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റിന് നിങ്ങൾ കുറ്റം പറയുന്ന സമയത്ത് ഞാൻ തെറ്റ് ചെയ്തില്ല, ഞാൻ ഇതിന് കുറ്റം ആരോപിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിലപാട് മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് സെൽഫ് റെസ്പെക്ട് എന്നത്. സോ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് ലവ് എന്നത് നമുക്കൊരു സമാധാനം കിട്ടും. കാരണം നമ്മളിങ്ങനെ കുറെ കാര്യത്തിൽ ഇപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ പെടാം, ഇപ്പോൾ കുറെ ടോക്സിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ ആണായാലും പെണ്ണായാലും ടോക്സിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ പെടാം. ഇന്ന് ഇതാക്കാൻ ഞാനായിട്ട് തന്നെ ജീവിക്കും, എനിക്ക് ഞാനായിട്ട് ജീവിക്കണം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയില്ല ഞാൻ ജീവിക്കണം, എനിക്ക് വേണ്ടി ജീവിക്കണം. അതാണ് സെൽഫ് ലവ് എന്നത് സമാധാനം ആണെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് നമ്മളെ കൂടുതൽ ശക്തി പ്രേരിപ്പിക്കുന്നതാണ്. കാരണം എനിക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ഞാനും ചെയ്യാത്ത തെറ്റിന് ഞാൻ ഒരിക്കലും ആരും മുന്നിൽ തല കുനിക്കില്ല. ഞാൻ ചെയ്യാത്തൊരു തെറ്റാണെങ്കിൽ ഞാൻ ഒരിക്കലും ആരോട് സമ്മതിക്കില്ല. എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്കിന് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതിന് ഇത്രയും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ പറയും, അല്ലാതെ കുറെ അനാവശ്യ കാര്യങ്ങൾ പറയരുത്. അതാണ് സെൽഫ് റെസ്പെക്ട്. ഇതാണ് സെൽഫ് ലവ് എന്നത് സമാധാനത്തിന്റെ ഇമോഷണലി ആയി കണക്ട് ചെയ്താണെങ്കിൽ സെൽഫ് റെസ്പെക്ട് ശക്തിയുടെയോ അതുപോലെ ബിഹേവിയർ പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു സെൽഫ് റെസ്പെക്ട്, ലൈക്ക് ഇപ്പം പറഞ്ഞ ഈ ഒരു സെൽഫ് റെസ്പെക്ട് എന്നത് ടോക്സിക് ആണോ? ഈ സെൽഫ് റെസ്പെക്ട് ആക്ച്വലി ടോക്സിക് ആണോ? എന്നാൽ സെൽഫ് റെസ്പെക്ട് എന്നത് ടോക്സിക് അല്ല. ഇതെന്നത് ഓരോരുത്തർ ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും. ലൈക്ക് എങ്ങനെയാണ് അവർ ഈ ഒരു സെൽഫ് റെസ്പെക്ട് കൺസ്യൂം ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും സെൽഫ് റെസ്പെക്ട് എന്നത്. സോ ഒരു ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് റെസ്പെക്ട് എന്നത് ഞാൻ നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് എല്ലാവരും ബഹുമാനിക്കണം, ഞാൻ തിരിച്ചും അതുപോലെ ബഹുമാനിക്കും, എനിക്ക് ഇങ്ങോട്ട് റെസ്പെക്ട് തന്നാൽ ഞാൻ അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താൽ എനിക്ക് ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടണം. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് റെസ്പെക്ട്. എന്നാൽ ഇതൊരു ടോക്സിക് ആയിട്ടുള്ള സെൽഫ് റെസ്പെക്ട് എന്നത് ഈഗോ മാത്രം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണ്, ഞാൻ ചെയ്യുന്ന ബാക്കിയുള്ള ആരാ തെറ്റ്, ഞാൻ ചെയ്യുന്ന മാത്രം ശരി, എല്ലാവരും എൻ്റെ മുന്നിൽ എപ്പോഴും ചെറുതായിരിക്കും, എല്ലാവരും എൻ്റെ കാണുമ്പോൾ തല കുനിച്ച് നിൽക്കണം, അതാ വേണ്ടി. ഇതാണ് ടോക്സിക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞത്. സോ ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലായത്. സോ ഇനി അടുത്തത് നമുക്ക് കിടക്കാം, അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് കിടക്കാം.
ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്നത് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ഇവിടെ എല്ലാവരും കോമ്പറ്റേറ്റീവ് ആയിട്ട് ജീവിക്കുന്നത്. ഓരോ ഗോൾസിലായാലും എന്ത് കാര്യത്തിലായാലും എല്ലാവരും കോമ്പറ്റേറ്റീവാണ്. ഇപ്പോൾ സ്റ്റഡീസിന്റെ കാര്യത്തിലായാലും ബിസിനസിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും എല്ലാവരും കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള സമയത്ത് നമുക്ക് മെച്ചപ്പെട്ട് നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സിലായാലും കമ്പനികളിലായാലും അതുപോലെ പഠിത്തത്തിലായാലും നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ആ ഒരു മൂല്യം അല്ലെങ്കിൽ ആ ഒരു വാല്യൂ നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റും. അത് സെൽഫ് റെസ്പെക്ട് ഉള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മൂല്യം എനിക്ക് കിട്ടണമെന്ന് പറയാനുള്ള തന്റേടം, ആ ധൈര്യം, അത് സെൽഫ് റെസ്പെക്ട് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ ഈ സെൽഫ് റെസ്പെക്ട് ഉള്ള ആളുകൾക്ക് ഇതുപോലെ ടോക്സിക് ആയി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാറിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഗോൾസ്, നമ്മളെ സ്വപ്നം അതിൽ നിന്നും പിടിച്ചതാക്കുന്ന ആളുകളിൽ നിന്ന് മാറിക്കാണ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിക്കാണ്. ചിലപ്പോൾ നിങ്ങളെ ലൈഫ് വളരാൻ അനുവദിക്കാതെ ചിലപ്പോൾ കമ്പനിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ മാറിക്കാൻ ഈ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടോ. അപ്പോൾ ഈ സെൽഫ് റെസ്പെക്ടിന് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ സെൽഫ് റെസ്പെക്ട് ഉള്ള ആളുകൾക്ക് ഒരു ടീമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഒരു കാര്യം, നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യാൻ പറയുന്നത് ഒരു ടീം കൺട്രോൾ ചെയ്യാൻ പറയുന്നത് ഒരുപോലെ. കാരണം അത്രയും ഹാർഡായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഒരു ടീം കൺട്രോൾ ചെയ്യാൻ പറയുക. ഈ ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ആ ഒരു ടീം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഈ സെൽഫ് റെസ്പെക്ട് തികച്ചും അത് പോസിറ്റീവിലോട്ടേക്ക് കൊണ്ടെത്തിക്കുള്ളൂ. അതും നിങ്ങളുടെ ജീവിതത്തിലായാലും പഠിത്തത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവണം. സെൽഫ് റെസ്പെക്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത വ്യക്തികൾ എന്നത് വെറും മറ്റുള്ളവരെ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ച് നടക്കുന്ന ഒരു ഡോള് മാത്രമാണ്. നമുക്ക് നമ്മളായിട്ടുള്ള ഒരു ഒപ്പീനിയൻ വേണം. ഞാൻ ഇന്നതാണ്, എനിക്ക് ഇന്നതാവണം, ഞാൻ ഇന്നതാവുള്ളൂ, മറ്റുള്ളവർ പറഞ്ഞാവൂല, എനിക്ക് ഇന്നത് മാത്രമേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ, ആ ഒരു ഒപ്പീനിയൻ വേണം. അതാണ് സെൽഫ് റെസ്പെക്ട്. ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ചൂസ് ചെയ്യൂല. അത് കല്യാണ കാര്യത്തിലായാലും പഠിത്തത്തിലായാലും ബിസിനസ്സിലായാലും ജോലി ആയാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ചൂസ് ചെയ്യൂ. അത് ഒരിക്കലും ടോക്സിസിറ്റി ഇല്ല. എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ്, എൻ്റെ ഡ്രീമാണ്, എൻ്റെ ഗോളാണ്, അത് ഞാൻ ചെയ്യൂ. അത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെയാണ് ഈ ലോകം നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടാണ് നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ലോകം അങ്ങനെ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും തരം താത്തി കെട്ടരുത്. എന്തൊരു സാഹചര്യത്തിലും തരം താത്തി കെട്ടരുത്. സെൽഫ് റെസ്പെക്ട് എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. എപ്പോഴും ഒരിക്കലും നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ആരും ഫോഴ്സ് ചെയ്തിപ്പിച്ച കാര്യമായോ ഒരിക്കലും ചെയ്യരുത്. നോ പറയേണ്ടത് നോ പറയുക, അതാ വേണ്ടിയത്. സോ ഇപ്പൊ ഞാൻ അതുവരെ പറഞ്ഞു. സോ ഞാൻ ഈ പറഞ്ഞ സെൽഫ് റെസ്പെക്ട് എനിക്കുണ്ട്. സോ ഈ ഒരു സെൽഫ് റെസ്പെക്ട് എനിക്ക് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. സോ എന്തൊക്കെ മാറ്റങ്ങൾ ആദ്യം വന്നതെന്ന് വെച്ചാൽ, ഒരു സെൽഫ് റെസ്പെക്ട് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്നത് 2025 കറക്റ്റ് ഡിസംബറിലായിരുന്നു. കാരണം അതുവരെ ഞാൻ മറ്റുള്ളവരെ വാലിഡേഷന് അനുസരിച്ചിട്ടാണ് ജീവിക്കുക. മറ്റുള്ളവർ പറഞ്ഞ പോലെ മറ്റുള്ളവരെങ്ങനെ വിചാരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സെൽഫ് റെസ്പെക്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പിന്നീട് എന്ത് ചെയ്യും, ആൾക്കാരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ എന്ത് ചെയ്യണം അതേ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. അതുപോലെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഞാനൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ട്യൂഷനിൽ പഠിക്കുന്നുണ്ട്. അവിടുത്തെ ക്ലാസ്മേറ്റ്സ് കുഴപ്പമില്ല, അവിടുത്തെ ടീച്ചേഴ്സ് ഒന്ന് വളരെയധികം ടോക്സിക് ആണ്. എൻ്റെ അടുത്ത് മാത്രമാണ് അവർ ഇത്രയും ടോക്സിസിറ്റി കാണിച്ചിട്ടുള്ളത് ഇടയ്ക്ക് എനിക്ക് തോന്നിപ്പോ. സോ ഞാൻ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അഭിമാനിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ ഒരു ട്യൂഷനിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നീട് ഞാൻ എന്ത് ചെയ്ത്, ടോക്സിക് ആയിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് അകറ്റാൻ തുടങ്ങി. അതുപോലെ എസ്പെഷ്യലി എൻ്റെ ഫാമിലി ഇന്ന് ടോക്സിക് ഫാമിലിയാണ്. കാരണം എൻ്റെ പറ്റി അവർ ലൈക്ക് ടോക്സിക് ആയിട്ടുള്ള ഫാമിലി. ഞാൻ ടോക്സിക് പാരന്റിങ് പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. സോ എൻ്റെ ടോക്സിക് ഫാമിലി ഞാൻ എന്ത് ചെയ്ത്, ആ ഒരു ടോക്സിക് ഫാമിലിയിൽ നിന്നും അങ്ങ് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ വെച്ചാൽ ലൈക്ക് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ച് പിന്നെ അവരെൻ്റെ ലൈഫിൽ ഇടപെടാൻ കുറച്ച് നിർത്തി. പിന്നീട് അതുപോലെ എൻ്റെ ലൈഫിൽ കൂടുതൽ ഇതായി. പിന്നെ ഞാൻ കൂടുതൽ കാര്യത്തിൽ എൻ്റെ ഡ്രീമിന് ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കോഴ്സസ് എടുത്ത് അങ്ങനെ ലൈക്ക് സെൽഫ് റെസ്പെക്ട് തികച്ചപ്പോൾ എനിക്കൊരു നെഗറ്റിവിറ്റി ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടാക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം സെൽഫ് റെസ്പെക്ട് എപ്പോഴും എനിക്ക് സക്സസ് തന്നെ ഉണ്ടാക്കുള്ളൂ, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് കിട്ടത്തന്നെ ഞാൻ വിചാരിക്കുന്നു. സോ ഇനി ഞാൻ അതുപോലെ വീഡിയോ ചെയ്യും, മൈൻഡ് സെറ്റ് വെൽബീയിങ്സ് ആയിരിക്കും. ഇത് അതിൻ്റെ ഫസ്റ്റ് സീരീസ് ആണ്, ജസ്റ്റ് ഇൻട്രോ ഫോർ ദ മൈൻഡ് സെറ്റ്. നമുക്ക് നല്ല സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മൈൻഡ് സെറ്റ് കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സോ ഇറ്റ്സ് മീ അഗെയിൻ സാമുൽ ജേക്കബ്സൺ. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം, ഉറപ്പായിട്ട് കാണണം. സോ ബൈ.